BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. അറബ് ലീഗ് ഉച്ചകോടിയുടെ 33ാമത് സമ്മേളനത്തിന് നേതൃത്വം നൽകിയ ഹമദ് രാജാവിന്റെ ശ്രമങ്ങളെ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ജുമ പ്രശംസിച്ചു. വിവിധ വിഷയങ്ങളിൽ അറബ് രാജ്യങ്ങൾ തമ്മിൽ സമവായം കൈവരിക്കുന്നതിന് ഈ നേതൃമികവും വൈദഗ്ധ്യവും സഹായകമായി. സംഘർഷങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വിദ്യാഭ്യാസ സേവനങ്ങൾ നൽകുന്നതുൾപ്പെടെ ഹമദ് രാജാവ് ഉച്ചകോടിയിൽ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ അഭിനന്ദനീയമാണ്. മൗലികാവകാശങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിൽ രാജ്യത്തിന്റെ പ്രതിബദ്ധത വീണ്ടും തെളിയിക്കുന്നതായിരുന്നു നിർദ്ദേശങ്ങൾ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, പ്രത്യേകിച്ച് പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നും ഹമദ് രാജാവ് ഊന്നിപ്പറഞ്ഞു. ഈ കാര്യങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്ത ബഹ്റൈൻ ഉച്ചകോടി നിർണായകമാണ്. സംഘർഷബാധിത പ്രദേശങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പാക്കാനും അവർക്ക് മെച്ചപ്പെട്ട ഭാവിക്കായി പ്രത്യാശ നൽകുന്നതിനും ലക്ഷ്യമിട്ടുള്ള സംരംഭങ്ങൾ മാതൃകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സ്ക്രാപ്പ് യാർഡിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് 16 പേരെ സിവിൽ ഡിഫൻസ് ഒഴിപ്പിച്ചു. ആർക്കും പരിക്കേറ്റിട്ടില്ല. ശനിയാഴ്ച പുലർച്ചെയാണ് സദേൺ ഗവർണറേറ്റിലെ ഒരു സ്ക്രാപ്പ് യാർഡിൽ തീപിടുത്തമുണ്ടായത്. സിവിൽ ഡിഫൻസ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സംഭവ സ്ഥലത്തെത്തി മിനിറ്റുകൾക്കകം തീയണച്ചു. വീണ്ടും തീപിടുത്തമുണ്ടാകാതിരിക്കാൻ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്ത് വെള്ളം പമ്പ് ചെയ്യുകയും ചെയ്തു. തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് കവർച്ച നടത്തിയ പാകിസ്ഥാൻ സ്വദേശിക്ക് ഹൈ ക്രിമിനൽ കോടതി 5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം നാട് കടത്താനും നിർദ്ദേശിച്ചു. പ്രതി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പ്രതി പിടികൂടുകയോ അല്ലെങ്കിൽ അയാൾ സ്വയം ഹാജരാവുകയോ ചെയ്താൽ വീണ്ടും വിചാരണ നടക്കും. മനാമയിലെ തൊഴിലാളിയുടെ താമസ സ്ഥലം കുത്തിത്തുറന്ന പ്രതി ഉൾപ്പെട്ട സംഘം കവർച്ചയും അക്രമവും നടത്തുകയായിരുന്നു. 5 പേരാണ് സംഘത്തിലുണ്ടായിരുന്നതെന്ന് ഇരയാക്കപ്പെട്ട തൊഴിലാളികൾ മൊഴി നൽകി. പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിലൊരാളെ തിരിച്ചറിഞ്ഞത്. പ്രവാസികൾക്ക് പ്രവാസികളാൽ ഒരു കൈത്താങ് എന്ന ആശയം മുന്നോട്ട് വെച്ച് 2020 രൂപവൽക്കരിച്ച പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷൻ ബഹ്റൈൻ ചാപ്റ്റർ യോഗം നടന്നു. 2021 എറണാകുളം ജില്ല കേന്ദ്രീകൃതമാക്കി സംഘടന രജിസ്റ്റർ ചെയ്ത പ്രവർത്തനം കേരളമാകെ വ്യാപിപ്പിച്ചു. കേരളത്തിലെ 8 ജില്ലകളിൽ നിലവിൽ പ്രവർത്തനം നടത്തുന്നു. മറ്റ് ജില്ലകളിൽ രൂപീകരണ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. പ്രവാസ ലോകത്തും പത്തേമാരിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പവിഴ ദ്വീപിൽ നിന്ന് ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾ പത്തേമാരി ബഹ്റൈൻ ചാപ്റ്ററിന് രൂപം നൽകി. തുടർന്നുള്ള പ്രവർത്തനത്തിനായി ഭാരവാഹികളെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. ബഹ്റൈൻ പ്രവാസി മലയാളികൾക്ക് ഈ സംഘടനയിൽ അംഗമാകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടേണ്ട നമ്പർ 9737263354. കേരള കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിച്ച BFC-KCA സോഫ്റ്റ് ബാൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈനൽ മത്സരത്തിൽ ഫ്രൈഡേ കോട്ട് ടീം 5 വിക്കറ്റുകൾക്ക് ഷഹൈൻ ഗ്രൂപ്പ് എ ടീമിനെ പരാജയപ്പെടുത്തി ജേതാക്കളായി. ഫ്രൈഡേ കോട്ട് ടീമിന്റെ ഇവാൻ മാൻ ഓഫ് ദ മാച്ചും മാൻ ഓഫ് ദ സീരീസുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അബൂസദ് ടീമിന്റെ സമീർ ഫെസ്റ്റ് ബാറ്റർ പുരസ്കാരത്തിനും ഫ്രൈഡേ കോട്ട് ടീമിന്റെ വക്കാസ് ബെസ്റ്റ് ബൗളർ പുരസ്കാരത്തിനും അർഹനായി. KCA സ്പോർട്സ് സെക്രട്ടറി വിനോദ് ഡാനിയൽ, ടൂർണമെന്റ് കൺവീനർ ആൻഡോ ജോസഫ്, വൈസ് കൺവീനർമാരായ ജിതിൻ ജോസ്, ജോയൽ ജോസ്, ജീൻ ജോസഫ് എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് ടൂർണമെന്റ് നിയന്ത്രിച്ചത്. തുടർന്ന് നടന്ന ചടങ്ങിൽ വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു. KCA പ്രസിഡന്റ് നിത്യൻ തോമസ്, ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി, സേവി മാത്തുണ്ണി, ജെയിംസ് ജോൺ, റോയ്സി ആന്റണി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകയും നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാര ജേതാവുമായ ലിസി കുര്യന് വാലി മലയാളം കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ലേഡി ഓഫ് അറേബ്യ അസിസ്റ്റന്റ് വികാരി ദേസി ദേരി ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ മാർക്കോസ് ഫെർണാണ്ടസ്, മലയാളം കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ ഡേവിസ് ടി മാത്യു, ഫാമിലി സെൽ ഓർഡിനേറ്റർ റിനീഷ് പോൾ, ബ്രദർ ലുസിയാന എന്നിവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിൽ 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 സീറ്റുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് നടക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള തുടങ്ങിയ പ്രമുഖരുടെ മത്സരത്തിലൂടെ ശ്രദ്ധേയമാണ് 5ാം ഘട്ടം. 4.26 കോടി വനിതകളും 5409 ഭിന്നലിംഗക്കാരും ഉൾപ്പെടെ 8.95 കോടി വോട്ടർമാരാണ് ഇന്ന് വിധിയെഴുതാൻ ബൂത്തുകൾ എത്തുന്നത്. 94,732 പോളിംഗ് സ്റ്റേഷനുകളിലായി 9.47 ലക്ഷം പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര 13, ഉത്തർപ്രദേശ് 14, പശ്ചിമ ബംഗാൾ 7,
ബീഹാർ 5, ഝാർഖണ്ഡ് 3, ഒഡീഷ 5, ജമ്മുകാശ്മീർ 1, ലഡാക്ക് 1 എന്നിങ്ങനെയാണ് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 40-ലധികം സീറ്റുകൾ നേടിയ NDAക്ക് ഈ ഘട്ടം ഏറെ നിർണായകമാണ്. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, സാധ്വി നിരഞ്ജൻ, ജ്യോതി, ശാന്തനു താക്കൂർ, LJP നേതാവ് ചിരാഗ് പാസ്വാൻ, ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ, BJP നേതാവ് രാജീവ് പ്രതാപ് റൂഡി, RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ എന്നിവരും മത്സര രംഗത്തുണ്ട്. കോൺഗ്രസ് കോട്ടയായ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി BJPയിലെ ദിനേശ് പ്രതാപ് സിംഗിനെയാണ് നേരിടുന്നത്. കഴിഞ്ഞ തവണ അമേത്തിയിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച സ്മൃതി ഇറാനി രണ്ടാം ഊഴത്തിലിറങ്ങുകയാണ്. ഒഡീഷയിലെ 25 നിയമസഭാ സീറ്റുകളിലേക്കുള്ള 3ാം ഘട്ട വോട്ടെടുപ്പും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാനത്തു നിന്നുള്ള ആദ്യ സംഘം തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കരിപ്പൂരിലെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടും. ചൊവ്വാഴ്ച പുലർച്ചെ 12:05 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ 86 പുരുഷന്മാരും 80 വനിതകളും അടങ്ങുന്ന 166 അംഗ സംഘമാണ് യാത്ര തിരിക്കുക. ഇവർ സൗദി സമയം പുലർച്ചെ 3:50 ജിദ്ദയിലെത്തും. തിങ്കളാഴ്ച രാവിലെ 10 കരിപ്പൂരിലെത്തുന്ന ആദ്യ സംഘത്തെ ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ, വിമാനത്താവള ഉദ്യോഗസ്ഥർ, വോളണ്ടിയർമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. വിമാനത്താവളത്തിലെ പില്ലർ നമ്പർ 10 തീർത്ഥാടകർ എയർ ഇന്ത്യ എക്സ്പ്രസ് കൗണ്ടറിന്റെ ലഗേജ് കൈമാറും. ഇവിടുന്ന് തീർത്ഥാടകർക്ക് പേര്, കവർ നമ്പർ, യാത്രാ തീയതി എന്നിവ രേഖപ്പെടുത്തിയ ബാഡ്ജ് നൽകും. തുടർന്ന് ഹജ്ജ് കമ്മിറ്റിയുടെ വാഹനത്തിലാണ് തീർത്ഥാടകരെ ഹജ്ജ് ഹൗസിലുള്ള ക്യാമ്പിലെത്തിക്കുക. ആദ്യ വിമാനത്തിലെ യാത്രക്കാർ പ്രാർത്ഥന, ഭക്ഷണം എന്നിവയ്ക്ക് ശേഷം രാത്രി 8 ഹജ്ജ് ക്യാമ്പിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് എത്തിരിക്കും. രണ്ടാമത്തെ വിമാനം ചൊവ്വാഴ്ച രാവിലെ 8 മൂന്നാമത്തെ വിമാനം ഉച്ചയ്ക്ക് 3 പുറപ്പെടും. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം വൈകിട്ട് 4 നടക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഇത്തവണ ഹജ്ജിന് പോകുന്നത് 17,883 തീർത്ഥാടകരാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്തും ഇത്രയും കൂടുതൽ പേർക്ക് അവസരം നൽകുന്നത്. ഇവരിൽ 10,604 പേർ വനിതകളും 7,279 പേർ പുരുഷന്മാരുമാണ്. 2 വയസ്സിന് താഴെയുള്ള 8 കുഞ്ഞുങ്ങളും തീർത്ഥാടക സംഘത്തിൽ ഉൾപ്പെടും. തീർത്ഥാടകരിൽ 1,250 പേർ 70 വയസ്സ് കഴിഞ്ഞവരും 3,582 പേർ ലേഡീസ് വിത്തൌട്ട് മഹറം വിഭാഗത്തിൽ നിന്നുള്ളവരും ശേഷിക്കുന്നവർ ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. വേനൽ മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ ഗ്രാഫ് താഴേക്ക്. ചൂടിൽ 115 ദശലക്ഷം യൂണിറ്റ് വരെ കടന്നു കുതിച്ച വൈദ്യുതി ഉപയോഗം മഴ കനത്തതോടെ 90 ദശലക്ഷം യൂണിറ്റ് താഴേക്കെത്തി. ശനിയാഴ്ചയിലെ ആകെ ഉപയോഗം 88,2107 ദശലക്ഷം യൂണിറ്റും പീക്ക് സമയ ആവശ്യകത 3,941 മെഗാവാട്ടുമായിരുന്നു. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ശരാശരി 90 ദശലക്ഷം യൂണിറ്റായിരുന്നു പ്രതിദിന ഉപയോഗം. വ്യാഴാഴ്ച 4,095 മെഗാവാട്ടും വെള്ളിയാഴ്ച 4,095 മെഗാവാട്ടുമായിരുന്നു പീക്ക് സമയ ആവശ്യകത. 5000 മെഗാവാട്ട് കടന്ന് മുന്നോട്ട് പോയ പീക്ക് സമയ വൈദ്യുതി ആവശ്യമാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഗണ്യമായി കുറഞ്ഞത്. കോട്ടയം എറണാകുളം ജംഗ്ഷൻ പാതയിലെ യാത്രാ ദുരിതം രൂക്ഷമായി തുടരുന്നതിനിടെ വേഗം കുറയുമ്പോൾ ട്രെയിനിൽ നിന്ന് സ്റ്റേഷന്റെ ഔട്ടറിൽ ചാടി ഇറങ്ങുന്നവരുടെ എണ്ണത്തിൽ വർധന. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ സ്റ്റോപ്പ് ഒഴിവാക്കിയതോടെയാണ് സൗത്തിലേക്കുള്ള വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ ഇറങ്ങാൻ തുടങ്ങിയത്. സി ക്യാബിൻ പിന്നിട്ട് ജംഗ്ഷൻ ടൗൺ എന്നിവിടങ്ങളിലേക്ക് ട്രെയിനുകൾ തിരിയുന്ന സ്റ്റേഷന്റെ ഔട്ടർ ഭാഗത്താണ് ചാടി ഇറങ്ങുന്നത്. ഇതിനെതിരെ നടപടിയെടുക്കാൻ നേരിട്ടും മഫ്തിയിലും ഇവിടെ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയാണ് RPF പോലീസ് അധികൃതർ. സൗത്തിലേക്കുള്ള വേണാട് എക്സ്പ്രസിന്റെ യാത്ര അവസാനിപ്പിച്ചതോടെ ഓഫീസുകളിൽ എത്താൻ വൈകുന്നതാണ് യാത്രക്കാർ ഇടയ്ക്ക് ചാടി ഇറങ്ങാൻ കാരണം. നിലവിൽ കോട്ടയത്ത് നിന്ന് രാവിലെയുള്ള പാലരുവി എക്സ്പ്രസിന് ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞാണ് വേണാട് എത്തുന്നത്. ഇരു ട്രെയിനുകൾക്കിടയിലെ മെമു സർവീസ് തുടങ്ങിയാൽ യാത്രക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. 9:20 തൃപ്പൂണിത്തുറയിലെത്തുന്ന വേണാടിൽ നിന്ന് ഇറങ്ങി മെട്രോയിൽ കയറിയാലും സൗത്തിലെ ഓഫീസുകളിൽ സമയത്തെത്താൻ കഴിയാറില്ല. ഇതിന് ദിവസവും 40 രൂപയോളം അധികം ചിലവ് വരും. എറണാകുളം ടൗണിൽ വേണാട് 9:50 എത്തിയാൽ പോലും മെട്രോ മാർഗം സൗത്തിൽ 10:10 മുൻപ് എത്താൻ സാധിക്കില്ല. ഇതോടെയാണ് സൗത്ത് ഔട്ടറിൽ വേഗം കുറഞ്ഞ ട്രെയിനിൽ നീങ്ങുമ്പോൾ ചാടിയിറങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചത്. ശനിയാഴ്ച ഇങ്ങനെ ഇറങ്ങിയവരിൽ നിന്ന് അധികൃതർ പിഴ ഈടാക്കി. ട്രെയിൻ നിർത്തിയാലും ഇറങ്ങാൻ പാടില്ലെന്ന മുന്നറിയിപ്പും നൽകി. മെമു സർവീസ് തുടങ്ങാതെ വേണാട് വഴി തിരിച്ചുവിട്ട റെയിൽവേയുടെ നടപടി പ്രതിഷേധാർഹമാണ്. ഫ്രണ്ട്സ് ഓൺ റെയിൽ സെക്രട്ടറി J. ലിയോൺസ് പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.